السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. സമാദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ മഹത്തായ സദസ്സിൽ നമുക്കൊക്കെ പങ്കെടുക്കാൻ അവസരമുണ്ടായി. അള്ളാഹു ഇത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു ദിവസം ദീനിൻ്റെ അതിപ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മളൊക്കെ നീക്കിവെച്ചത് രണ്ടു വീട്ടിലും ഉപകരിക്കുന്ന അമലായി അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. രാവിലെ തുടങ്ങി പ്രധാനപ്പെട്ട വിഷയാവതരണങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റാഹത്തായ സമയത്താണ് നമുക്ക് ഇനി അല്പനേരം സംസാരിക്കാനുള്ളത്. നോട്ടീസിലൂടെ അറിയിക്കപ്പെട്ട ഒട്ടനേകം വിഷയങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം വിശദമായി സംസാരിക്കാൻ പര്യാപ്തമായ സമയമല്ല ഇത് എന്ന് സംസാരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ വിഷയവും എടുത്ത് വിശദമായി ചർച്ച ചെയ്യുന്നതിന് പകരം മൊത്തത്തിൽ ആധുനിക വിഷയങ്ങളെ നമ്മൾ സമീപിക്കേണ്ടതിൻ്റെ രീതിശാസ്ത്രം ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ നീണ്ടകാലം മതപഠനം നടത്തി മതരംഗത്ത് വർഷങ്ങളായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ എന്നാലും പണ്ട് പഠിച്ചത് മാത്രം എല്ലാ കാലത്തേക്കും കൈകാര്യം ചെയ്യുക എന്നത് ഒട്ടും അനുയോജ്യമായൊരു കാര്യമല്ല. നിരന്തരമായി നമ്മുടെ അറിവും അതുപോലെ തന്നെ നമ്മുടെ വിജ്ഞാനവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിരന്തരമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ പുതിയ കാലത്തോടും സമൂഹത്തോടും സംവദിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ പിന്തള്ളപ്പെടും. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം വലിയ ബിസിനസ്സുകാരനായിരുന്നു. മാത്രമല്ല, കുറച്ച് പ്രായമായതിനു ശേഷമാണ് അദ്ദേഹം അറിവ് അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പം അങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ സ്പെഷ്യലൈസേഷൻ നടത്തണം, തഖസ്സുസ് വേണമെന്നുദ്ദേശിച്ച് അദ്ദേഹം ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കാൻ നല്ലത് എന്ന ആലോചനയിൽ പലരെയും സമീപിച്ചു. ചിലർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നല്ല ഖാരി ആയാൽ മതി, മനോഹരമായിട്ട് ഖുർആൻ ഓതാൻ കഴിയുന്ന ആളായാൽ വിദ്യാർത്ഥികൾ നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും, അവർക്ക് നിങ്ങൾക്ക് ഖുർആൻ മനോഹരമായി ഓതാൻ പഠിപ്പിച്ചു കൊടുക്കാം, നല്ല മനോഹരമായ ജോലിയാണത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നൊക്കെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു ഖാരി ആയാൽ മതി, മുഖ്രി ആയാൽ മതി എന്ന് ചില ആളുകൾ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് നിർദ്ദേശം കൊടുത്തു. മറ്റു ചിലർ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു,
അതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ നല്ല ഒരു തികഞ്ഞ മുഹദ്ദിസാവുക എന്നതാണ്. മുഹദ്ദിസായാൽ എന്താ? നിങ്ങളടുത്തുള്ള അമൂല്യമായിട്ടുള്ള ഹദീസുകൾ അന്വേഷിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ നിങ്ങളെ സമീപിക്കും. അങ്ങനെ അവർക്ക് നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് സമാഹരിച്ചിട്ടുള്ള ഹദീസുകൾ നിങ്ങൾക്ക് അവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. വലിയ നേട്ടമുള്ള കാര്യമാണ്. നല്ലറല്ലാഹു റഅൻ സമിഅ മഖാലതി ഫവആഹാ വഅദ്ദാഹാ കമാ സമിഅ. എൻ്റെ ഹദീസ് കേൾക്കുകയും മനപ്പാടമാക്കുകയും കേട്ടതുപോലെ അത് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്താൽ അവർക്ക് വലിയ പുണ്യമുണ്ടെന്ന് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു മുഹദ്ദിസായാൽ അതാണ് നല്ലത് എന്ന് വേറെ ചില ആൾക്കാർ അഭിപ്രായം പറയും. എന്നാൽ മൂന്നാമത്തെ വിഭാഗത്തെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങളൊരു ഫഖീഹ് ആകുന്നതാണ്. നല്ലൊരു കർമ്മശാസ്ത്ര പണ്ഡിതനാകാണ് നിങ്ങൾക്ക് നല്ലത്. എന്താ കാരണം? നിങ്ങളൊരു മുഖ്രി ആയാൽ, മനോഹരമായി ഖുർആൻ ഓതാൻ കഴിയുന്ന ഒരാളായാൽ കുറച്ചു കാലമൊക്കെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. കാരണം വയസ്സാകുന്നതിനനുസരിച്ച് നമ്മുടെ അക്ഷരസ്ഫുടത നമുക്ക് നഷ്ടപ്പെടും. പല്ലുകൾ ചിലപ്പോൾ കൊഴിഞ്ഞു പോയി എന്ന് വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് കുട്ടികളെ പറഞ്ഞേക്കുന്നത് നിർത്തും. അപ്പം അതുകൊണ്ട് മുഖ്രി ആകുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഫഖീഹ് ആകുന്നതാണ്. അതേപോലെ നിങ്ങൾ മുഹദ്ദിസാവുകയാണെങ്കിലും ഇത് തന്നെയാണ് സ്ഥിതി. പ്രായം കൂടുന്തോറും നിങ്ങൾക്ക് ഓർമ്മക്ക് ചിലപ്പോൾ തകരാറുകൾ സംഭവിക്കും. പഴയതുപോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയില്ല. സംസാരത്തിലൊക്കെ ചിലപ്പോൾ വൈകല്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആളുകൾ നിങ്ങളുടെ ഹദീസ് തള്ളിക്കളയും. അത് ദഈഫാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും. നേരെ മറിച്ച് നിങ്ങളൊരു ഫഖീഹായാൽ എന്താ? നിങ്ങളുടെ ആ ഫഖാഹത്ത് നിങ്ങൾക്ക് എന്നും ഉപകാരപ്പെടുന്നു. കാരണം ആളുകൾക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് നിവാരണം നടത്തിത്തരാൻ വേണ്ടി ആളുകൾ നിങ്ങളെ സമീപിച്ചു കൊണ്ടിരിക്കും. അതിനൊരു അറുതി വരില്ല. നിങ്ങൾക്ക് മരണം വരെ നിങ്ങൾക്ക് ആ മേഖലയിൽ ജ്വലിച്ചു നിൽക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഫിഖ്ഹ് തിരഞ്ഞെടുക്കലാണ് നല്ലത് എന്ന് വേറെ ചില ആളുകളും അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഫിഖ്ഹ് തിരഞ്ഞെടുത്താൽ മികച്ചു നിൽക്കാൻ കഴിയും? ഫഖീഹിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് അവൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നതാണ് ഒരു ഫഖീഹിന്റെ പ്രത്യേകത. കാരണം ഇന്ന് നമ്മുടെ അടുത്തൊരു മസല വന്നാൽ ആ മസലയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നമ്മൾ അതിൻ്റെ നിവാരണം നടത്തും, അതിൻ്റെ മറുപടി പറഞ്ഞു കൊടുക്കും. പുതിയൊരു കാര്യവുമായിട്ട് നമ്മൾ ശുഗലായി ബന്ധപ്പെട്ടു, നമ്മൾ പുതിയൊരു കാര്യം പഠിച്ചു. നാളെ ഇന്നലെ വരാത്ത പുതിയൊരു പ്രശ്നമാകും വരിക. അങ്ങനെ പുതിയ പ്രശ്നം വരുമ്പോൾ അതും നമ്മൾ ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനും നിവാരണം നടത്തി കൊടുക്കും. ഇങ്ങനെ നിരന്തരമായിട്ട് പുതിയ പുതിയ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള കഴിവ്, സാഹചര്യം കൂടുതൽ കിട്ടുക ഫഖീഹിനാണ്. അതുകൊണ്ട് ഫിഖ്ഹ് അത് നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന വലിയൊരു കാര്യം കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ ഉലൂമുകളെ വ്യത്യസ്ത രൂപത്തിൽ തഖ്സീം ചെയ്യാറുണ്ട്. പലതരത്തിലുള്ള ഇൽമുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നഹ്വ് പഠിക്കുന്നുണ്ട്, നമ്മൾ ഉസൂല് പഠിക്കുന്നുണ്ട്, അതുപോലെ ഇൽമുൽ കലാം പഠിക്കുന്നുണ്ട്, ബയാനും മആനിയും ബദിയും നമ്മൾ പഠിക്കുന്നുണ്ട്, മന്തിക്ക് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വിജ്ഞാന ശാഖകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഇൽമുൻ നളിജ വമഹ്തറഖ എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇൽമുൻ നളിജ, അത് അതിൻ്റെ ഉസൂലുകളും ഖവായിദുകളും ഒക്കെ പാകമായിട്ടുണ്ട്. പക്ഷെ വമഹ്തറഖ, അതിലുള്ള അന്വേഷണങ്ങൾ അവസാനിച്ചിട്ടില്ല, തീർന്നിട്ടില്ല, ജ്വലിച്ചു നിൽക്കുകയാണ്. പക്ഷേ കത്തി തീരാത്തൊരു വിജ്ഞാന ശാഖയായിട്ട് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്ന വിജ്ഞാന ശാഖയാണ് ഫിഖ്ഹ്. സ്വാഭാവികമായും ഫിഖ്ഹായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാകുമ്പോൾ നമുക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന പുതിയത് തുറന്നു തന്നുകൊണ്ടിരിക്കുന്ന ആ ഫിഖ്ഹി മേഖലയിൽ പുതിയ പുതിയ ഗവേഷണങ്ങളും അന്വേഷണങ്ങളൊക്കെ നമ്മൾ നിരന്തരം നടത്തുകയും അങ്ങനെ നമ്മുടെ വൈജ്ഞാനിക മേഖല നമ്മളത് വിപുലപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മഹല്ലിലെ ഖതീബും ഖാദിയും ഇമാമും ഒക്കെ ആയിട്ട് സേവനം ചെയ്യുന്ന ആളുകൾ. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൽ അവാമു ലാ യറൽ ആലിമ ഇല്ലൽ ഖതീബ. അവാമിന്റെ അടുത്ത്, സാധാരണക്കാരടുത്ത് ഏറ്റവും നല്ല പ്രഭാഷകനായിരിക്കും ഏറ്റവും വലിയ ആലിം.
ചിലപ്പോൾ ഈ പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നന്നായി വയല് പറയുന്ന ആളെയാണ് അവർ ആലിമായിട്ട് മനസ്സിലാക്കുക. അതുമല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലുള്ള ഖതീബുമാരെയാണ് ആലിമീങ്ങളായിട്ട് അവാം പൊതുജനങ്ങൾ അംഗീകരിക്കുക. അപ്പം മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിയാത്തൊരു ഫഖീഹിനെ സാധാരണക്കാരൊരു പക്ഷേ അദ്ദേഹം വലിയ ആലിമാണെന്ന് സമ്മതിച്ചോളണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ട് ഗരീബായ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് വയല് പറയുന്ന ആളായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആലിം. അപ്പോൾ വയല് പറയുന്ന ഖതീബാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മഹല്ലിൽ ഖുതുബ ഓതുന്ന പണ്ഡിതനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. രണ്ടാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർ നമ്മെ വലിയ ആലിമ്യങ്ങളായി മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളെയും കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകും. ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി മറുപടി പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ നമ്മുടെ മഹല്ലത്തിൽ താമസിക്കുന്ന നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ആളുകൾ പലപ്പോഴും അബദ്ധത്തിൽ പോയി ചാടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടങ്ങളെ എപ്പോഴും നമ്മൾ വീക്ഷിക്കുകയും എന്തൊക്കെയാണ് പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ധാരണ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊക്കെ അറിയാം, വിശുദ്ധ ഇസ്ലാം അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ദീന് നിങ്ങൾക്ക് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ദീന് പൂർത്തിയായാൽ പിന്നെ എല്ലാ വിഷയങ്ങൾക്കുമുള്ള മറുപടി ഖുർആനിലോ ഹദീസിലോ ഉണ്ടാകേണ്ടേ? എന്നാൽ ഇന്ന് ഒരുപാട് പുതിയ പുതിയ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ മറുപടി ഖുർആനിലുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദീൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ എല്ലാ വിധികളും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചിലത് ഗണ്യതമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റു ചിലതിൻ്റെ ഉസൂലുകളും ഖവായിദുകളും വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ പണ്ഡിതന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ പുതിയത് വരുമ്പോൾ അതിനെ നമ്മൾ നല്ല നിലയിൽ സമീപിക്കുക, അതിൻ്റെ വിധികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മജ്മുഇന്റെ ആമുഖത്തിൽ മുജ്തഹിദീങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള മുജ്തഹിദീങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അവസാനം പറയുന്നുണ്ട്, യബ്ഉദു അൻ തഖഅ മസ്അലത്തുൻ ലം യുനസ്സ അലൈഹാ ഫിൽ മദ്ഹബ് വലാ ഹിയ ഫീ മഅനൽ മംസൂസ് വലാ മുൻദരിജത്തുൻ തഹ്ത ളാബിത്തിൻ. അപ്പോൾ മുജ്തഹിദീങ്ങളുടെ മർത്തബകളൊക്കെ പറഞ്ഞ് അതിലെ അവസാനത്തെ ഇനം മുജ്തഹിദീങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിലാണ് പറയുന്നത്, ഇവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങൾ ഉണ്ടാവുക എന്നത് വളരെ വിദൂരമാണ് എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഏത് വിഷയവും ഒന്നുകിൽ അത് ഗണ്യതമായി തന്നെ മഹാന്മാരായിട്ടുള്ള ഇമാമുമാർ വിശദീകരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ വിശദീകരിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ തീർപ്പ് കണ്ടെത്താൻ കഴിയുമായിരിക്കും. അതുമല്ലെങ്കിൽ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ച ഉസൂൽ ഖവായിദ് ലവാബിത്തിൻ്റെ ഉള്ളിലെങ്കിലും ഈ വിഷയത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും. ഇങ്ങനെയൊന്നുമല്ലാത്ത ഒരു പുതിയ പ്രശ്നം എന്ന് പറയുന്നത് അത് വളരെ വിദൂര സാധ്യതയിൽ മാത്രമുള്ളതാണ് എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മഹാന്മാരായിട്ടുള്ള ഇമ്മത്ത് ചെയ്തതുപോലെ ഇജ്തിഹാദ് ചെയ്യുക എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. മറിച്ച് അവരൊക്കെ വിശദീകരിച്ചതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ച് പുതിയ പ്രശ്നങ്ങളെ നമ്മൾ ആദ്യമായി മനസ്സിലാക്കി അങ്ങനെ അതിൻ്റെ തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് അത് സമൂഹത്തെ ഉത്ബോധിപ്പിക്കാനും അവരെ നേർവഴിയിലൂടെ നടത്താനും നമുക്ക് കഴിയുള്ളൂ. അപ്പം ഇന്നത്തെ കാലത്ത് കർമ്മശാസ്ത്ര മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നദിജ വമഹ്തറക്കാണ്. ഫിഖ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഉസൂല് പാകമായിട്ടുണ്ട്, പക്ഷേ അത് ഇപ്പോഴും ജ്വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കത്തിക്കെട്ടുപോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഫിഖ്ഹി മേഖലയിൽ കടന്നു വരുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ടാവും. എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഫിഖ് എന്ന് പറയുമ്പോൾ ഒരു മുക്കല്ലഫായ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും വിധികൾ പറയുന്ന വിജ്ഞാനശാഖയാണ്.
അപ്പോൾ ഒരു മുക്കല്ലഫ് ഇടപെടുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ അവിടങ്ങളിലൊക്കെ പുതിയ പുതിയ വിഷയങ്ങൾ വരുന്നുണ്ടാകും. അപ്പൊ അതിൻ്റെയൊക്കെ തീരുമാനം ഫിഖഹിന് പറയാൻ കഴിയണം. അപ്പൊ ആ വിഷയത്തിലുള്ള ഫിഖഹിന്റെ തീരുമാനം പറയേണ്ടത് നമ്മെ പോലെയുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഫഖീഹിന് ഇടപെടേണ്ട ആധുനിക പ്രശ്നങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും 2 തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ, ഒന്ന് വൈദ്യശാസ്ത്ര രംഗത്താണ് ഒരുപാട് പുതിയ പുതിയ പരിഷ്കരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചികിത്സാ രംഗത്ത് നമ്മുടെ നോട്ടീസിൽ IVF-നെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് കൃത്രിമമായി പ്രത്യുൽപാദനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചികിത്സാ രീതികൾ പുതിയ കാലത്ത് നമുക്ക് കാണാൻ കഴിയും. തൽഖീഹു സിനായി എന്ന് അറബിയിൽ പറയും. അപ്പം അതിൽ IVF ഉണ്ട്, IUI എന്ന് പറയുന്ന വേറെ ഒരു സംവിധാനമുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്കൊക്കെ കേട്ട് പരിചയമുള്ള ടെസ്റ്റ് ട്യൂബ് സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ സരോഗസി എന്ന് പറയും, വാടക ഗർഭപാത്രം, ഇങ്ങനെ തുടങ്ങി. അതേപോലെ അവയവദാനങ്ങൾ, രക്തദാനങ്ങൾ, അതുപോലെ എന്താണ് മരണം എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, കാർഡിയാക്ക് ഡെത്താണോ, ഹൃദയത്തിന് മരണം സംഭവിക്കുന്നതാണോ, അതല്ല ബ്രെയിൻ ഡെത്ത്, തലച്ചോറിന് മരണമാണോ യഥാർത്ഥ മരണം, അതുമായി ബന്ധപ്പെട്ടുള്ള അവയവ രക്തദാനങ്ങൾ. അതേപോലെ തന്നെ ബ്രെയിനിന്റെ സ്ഥാനത്ത് ബ്രെയിൻ ചിപ്പ് സംവിധാനിച്ച് അങ്ങനെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നത് തുടങ്ങി വൈദ്യശാസ്ത്ര മേഖലയിൽ ഒരുപാട് പുരോഗതികൾ നമുക്കിന്ന് കാണാൻ കഴിയും. ഇതുമായൊക്കെ ബന്ധപ്പെട്ടും ഇത് ചെയ്യാൻ പറ്റുമോ, പറ്റില്ലേ, പറ്റുമെങ്കിൽ ഏതളവിൽ പറ്റും, ആർക്ക് പറ്റും, എങ്ങനെ പറ്റും തുടങ്ങി ഒരുപാട് കർമ്മശാസ്ത്ര മസാലകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് സാമ്പത്തിക മേഖല. സാമ്പത്തിക മേഖലയിൽ ഇങ്ങനെയാണ്, ഓരോ ദിവസവും കൂടുന്തോറും നമുക്ക് ചിലപ്പോൾ തസവൂറാക്കാൻ തന്നെ പ്രയാസമുള്ള പലതരത്തിലുള്ള കച്ചവടങ്ങളും ഇന്ന് നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. വിശദീകരിച്ച് തന്നാൽ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് ഇടപാടുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതിലൊക്കെ പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ചൊക്കെ പ്രചാരത്തിലുള്ള ചില ഇടപാടുകളെ കുറിച്ച് അവിടെ നമ്മുടെ നോട്ടീസിലുള്ളത്, ഷെയർ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും പിന്നെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പലതരത്തിലുള്ള ട്രേഡിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു മേഖല, അതേപോലെ തന്നെ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന മേഖല, അതിൻ്റെയൊക്കെ പിന്നെ കടന്നുവരവുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം കച്ചവടങ്ങൾ, നമ്മൾ പഴയ കാലത്ത് നമുക്ക് തസവൂറാക്കാൻ പോലും കഴിയാത്ത കച്ചവടങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. കച്ചവട ചരക്ക് പ്രസക്തമല്ല. ഏതോ ഒരാൾ നടത്തുന്ന കൃഷിയുടെ പേരിൽ വരെ നമുക്ക് കച്ചവടം നടത്താം. ഒരാൾ റബ്ബർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ, കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പുറത്ത് ഞാനും മറ്റൊരാളും കച്ചവടം നടത്തുകയാണ്. ഇയാൾ ഈ റബ്ബർ വിൽപ്പന നടത്തുന്ന സമയത്ത് റബ്ബറിന്റെ വില എത്രയായിരിക്കുമെന്ന് ഞാൻ അനുമാനിക്കുക, മറ്റേയാളും അനുമാനിക്കുക. എന്നിട്ട് ആരുടെ അനുമാനമാണോ ശരി അതിനനുസരിച്ച് അയാൾക്ക് പൈസ കിട്ടുന്ന പരിപാടി. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള കച്ചവടങ്ങൾ, ഒരുപാട് തസറുഫാത്തുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെയൊക്കെ ഇടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ പ്രായത്തിലെ കുട്ടികളടക്കം അവർ സ്റ്റോക്കിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന സാധനത്തെ മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമാണ്. പക്ഷേ അവരതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രൂപത്തിലുള്ള കച്ചവടങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ചിലപ്പോൾ ചോദിക്കും, ഉസ്താദെ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഓപ്ഷൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് അവർ ചോദിക്കും. നമുക്കെന്ത് ഓപ്ഷൻ? അല്ലെങ്കിൽ കാൾ ഓപ്ഷൻ ചെയ്യാൻ പറ്റുമോ, പുട്ട് ഓപ്ഷൻ ചെയ്യാൻ പറ്റുമോ, ഇൻട്രാഡേ ട്രേഡിങ് പറ്റുമോ, ഷോർട്ട് സെല്ലിങ് പറ്റുമോ, മാർജിൻ സെയിൽ പറ്റുമോ, അല്ലെങ്കിൽ ഡിറൈവേറ്റീവ് മാർക്കറ്റിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അത് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ മേഖലയെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് ഈ വിഷയങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കാൻ കഴിയും എന്ന് നമുക്കാർക്കും ധാരണ ഉണ്ടാകില്ല. അപ്പോൾ നിരന്തരമായിട്ട് ഇത്തരം ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കുമെന്നാണ് ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം കൂടി ഞാൻ സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം.
അപ്പം ഇങ്ങനെ എല്ലാ വിഷയങ്ങളെയും വിശദമായി പറയുന്നതിൻ്റെ പകരം നമ്മൾ ഇതിന് സ്വീകരിക്കാൻ ഒരു മെത്തഡോളജി ഉണ്ട്, ഒരു മനഹജ് ഉണ്ട്. ഇത്തരം വിഷയങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേഗം കൈമലർത്തുക എന്നതൊരു പരിഹാരമില്ല. നമ്മളവരെ സഹായിക്കാൻ ബാധ്യസ്ഥരാ, നമ്മുടെ ഉത്തരവാദിത്തമാണത്. പല ആളുകളും ഇത്തരം വലിയ വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ പെട്ടുപോകുന്നത് നമ്മിൽപ്പെട്ട പലരുടെയും ഈ കൈമലർത്തലുകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ശരിയായ രൂപത്തിൽ പഠിക്കാതെ അനുവദനീയമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഉസ്താദുമാർക്കിടയിലൊക്കെ ഒരുപാട് പുതിയ ബിസിനസ്സുകൾ വളരെ വലിയ പ്രചാരം നേടുകയും അങ്ങനെ പിന്നെ ഈ ഫീൽഡിൽ തന്നെ ഉസ്താദുമാർ മാറി ജീവിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ പലയിടങ്ങളിലുണ്ട്. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം അതിനെ ശരിയായ രൂപത്തിൽ പഠിക്കാൻ തയ്യാറാകാം. അൽ ഹുക്കുമാനി ശൈഇ ഫർഉൻ അൻ തസവ്വുരിഹി എന്ന ഒരു വിഷയത്തെക്കുറിച്ച് അതിൻ്റെ വിധി പറയണമെങ്കിൽ, അത് ഹലാലാണോ ഹറാമാണോ സുന്നത്താണോ കറാഹത്താണോ അത് പറയണമെങ്കിൽ അതിനെ നമ്മൾ ആദ്യം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകാം. അവർ പുതിയ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ കേൾക്കുകയാണെങ്കിൽ, ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു ഡോക്ടറെ കുറിച്ച് പറഞ്ഞല്ലോ, ആ ഡോക്ടർ വളരെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം വലിയ ഒരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. ആ ഹോസ്പിറ്റല് ഇതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ അവർക്ക് പദ്ധതിയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ ശാഖകൾ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുക. കൂട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ ഒരു ശാഖ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആളുകളിൽ നിന്ന് ഓഹരി സ്വീകരിക്കുമ്പോൾ ഏത് മാനദണ്ഡ പ്രകാരമായിരിക്കും അത് ശരിയാകുക, അത് ശരിയാ കോംപ്ലിയന്റ് ആവുക, ശരീഅത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ച് എങ്ങനെ ഓഹരി ക്ഷണിക്കാം എന്നതിനെ കുറിച്ച് അദ്ദേഹം സജീവമായിട്ട് പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ദാറുൽ ഹുദയിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്തത് സാന്ദർഭികമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അപ്പൊ പലതരത്തിലുള്ള ബിസിനസ്സുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ചികിത്സകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൽ ഇടപെടേണ്ടത്? ആദ്യം നമ്മൾ അത് എന്താണെന്ന് ശരിക്കും പഠിക്കണം. ഇപ്പൊ ഇവിടെ ഈ പറയപ്പെടുന്ന എല്ലാ പുതിയ വിഷയങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ മഹാന്മാരായിട്ടുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ IVF കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. IVF എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭാര്യയും ഭർത്താവും, അപ്പൊ അവർക്ക് പ്രകൃതിപരമായി ബന്ധപ്പെട്ടാൽ അവർക്ക് കുഞ്ഞുണ്ടാകുന്ന സാഹചര്യം ഇല്ല. പല കാരണങ്ങളാലാകാം. കൗണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആരോഗ്യ പ്രശ്നം, അല്ലെങ്കിൽ ഭാര്യയുടെ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇങ്ങനെ പല കാരണങ്ങളാൽ സ്വാഭാവികമായ ലൈംഗിക ബന്ധത്തിലൂടെ ഒരിക്കലും അവർക്ക് കുട്ടി ജനിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പുരുഷന്റെ ബീജമെടുത്ത് ശുദ്ധീകരിച്ച് ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന ഒരു സംവിധാനമാണ് IVF. ചുരുക്കി പറയാം, ഭാര്യയുടേതും ബീജവും അതേപോലെ അണ്ടവും ബീജവും രണ്ടും പുറത്തെടുത്ത് ശുദ്ധീകരിച്ച് കൃത്രിമ മാർഗത്തിലൂടെ രണ്ടും സംയോജിപ്പിച്ച് പിന്നെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന രീതി, അതും ഈ പറഞ്ഞ ചികിത്സാ രീതിയിലുണ്ട്. അപ്പൊ ഇത് നേരെ ഭാര്യയിലാകുന്ന അവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇസ്തിദ്ഖാലുൽ മനിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ പറ്റും, ഇദ്ദയുടെ അധ്യായത്തിൽ കാണാൻ പറ്റും. ഞാൻ ആ ഇബാറത്തുകളോ ഉദ്ധരണികളൊന്നും പറയുന്നില്ല. ഇദ്ദ തീരൽ എങ്ങനെയാണ്? വിലാദത്ത് കൊണ്ടാണ് ഇദ്ദ തീരുക. അപ്പൊ ഈ വിലാദത്തുമായി ബന്ധപ്പെട്ട് എങ്ങനെയുള്ള വിലാദത്താണ്? അതുമായി ബന്ധപ്പെട്ട് ഇസ്തിദ്ഖാലുൽ മനീനെ കുറിച്ചുള്ള ചർച്ച പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. പല കിതാബുകളിൽ അത് കാണാൻ പറ്റും. അപ്പൊ ഇസ്തിദ്ഖാലുൽ മനി എങ്ങനെ ഉണ്ടാകുക? ചിലപ്പോൾ മൂത്രയിക്കുമ്പോൾ ഒരാൾക്ക് മനി പുറപ്പെട്ടു, ഭാര്യ അത് ഇസ്തിദ്ഖാൽ ചെയ്തു, അങ്ങനെ പല രൂപത്തിൽ അത് തുറന്ന് പച്ചയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഏതൊക്കെ രൂപത്തിൽ ഉണ്ടാകാം. എന്നാൽ ഞാനതിപ്പോൾ പറയണില്ല. അപ്പൊ ഇത് സ്വന്തം ഭാര്യ ഭർത്താക്കൾ തമ്മിലാകുമ്പോഴുള്ള നിയമം, അതുതന്നെ ചിലപ്പോ
വിവാഹത്തിന് മുമ്പേ ഇയാളുടെ നുത്ഫത്ത് ചിലപ്പോൾ ശേഖരിച്ചു. ചിലപ്പോൾ അയാൾ വലിയ ചികിത്സയ്ക്ക് വിധേയനാകാൻ പോവായിരിക്കും. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ ചികിത്സ നടക്കുന്നതിന് മുമ്പ് ഇയാളുടെ നുത്ഫത്ത് ചിലപ്പോൾ ശേഖരിച്ചു. അപ്പോ വിവാഹത്തിന് മുമ്പ് ശേഖരിക്കുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അവര് ഇപ്പോ അന്യരാണ്. അപ്പൊ അന്യനായ ഒരു പുരുഷന്റെ നുത്ഫത്ത് അന്യ സ്ത്രീയിൽ നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പൊ അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഭാര്യയല്ലാത്ത വേറെ സ്ത്രീയിൽ നിക്ഷേപിക്കുന്ന രീതി, അതാണ് അൽ ഉമ്മുൽ ബദീര എന്നൊക്കെ പറയും. സരോഗസി എന്നൊക്കെ പറയുന്ന വാടക ഗർഭപാത്രം അങ്ങനെ നടക്കുന്നത്. അതിനെക്കുറിച്ചും കിതാബിൽ പറയുന്നുണ്ട്. അതായത് കേവലം ഒരു ഭർത്താവിന്റെ മനിയ് ഒരു ഭാര്യ സ്വന്തം ഗർഭപാത്രത്തിൽ ഇസ്തിദ്ഖാൽ ചെയ്യുന്ന പ്രവേശിപ്പിക്കുന്നത് മാത്രമല്ല ചർച്ച ചെയ്തിട്ടുള്ളത്, അന്യരുടേതും അതിനെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് പണ്ഡിതൻ. എന്ന് മാത്രമല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന രീതി, മറ്റൊന്ന് അന്യ സ്ത്രീയിൽ നിക്ഷേപിക്കുന്ന രീതി. വേറെ ചിലപ്പം ഉമ്മാക്ക് കുട്ടി ഉണ്ടാകണമെന്ന് താല്പര്യം ഉണ്ടാവും, പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ മകളിൽ നിക്ഷേപിക്കുന്ന രീതി, അല്ലെങ്കിൽ മകൾക്ക് പ്രസവിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, കുട്ടി ആവശ്യം ഉണ്ടാവും, അപ്പോൾ മാതാവിൽ നിക്ഷേപിക്കുന്ന രീതി. അങ്ങനെ പല രീതികളുണ്ട്. അപ്പൊ ഇതിൽ ശരിയാകുന്ന രീതി മനിയ് അത് പുറത്തു വരുമ്പോഴും ഇസ്തിദ്ഖാൽ ചെയ്യുമ്പോഴും ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കളായിരിക്കെ ആണെങ്കിൽ അത് മാത്രം സാധുവാകുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ മസാല എളുപ്പമാണ്. പക്ഷെ എന്താണ് IVF എന്ന് അറിയാതെ ആളുകൾ ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല. IVF എന്താണെന്ന് മനസ്സിലായാൽ വളരെ സിമ്പിളാണ് ഇതിന്റെ ഉത്തരം. എന്നാൽ ഇവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്. അതായത് ഭാര്യ ഭർത്താക്കളുടെ അണ്ഡവും ബീജവും സൈഗോട്ടാക്കി സംയോജിപ്പിച്ചതിന്റെ ശേഷം ഒരു അന്യ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച. പണ്ഡിതന്മാരത് ഹറാമാന്നാ പറയുന്നത്, അതിൽ തർക്കമൊന്നുമില്ല, വ്യക്തമാണ്. അതുമായി ബന്ധപ്പെട്ടും നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടോ എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബുജൈരിമിയൊക്കെ ഇതിന് സമാനമായൊരു സംഭവം പറയുന്നു. അതായത് ഒരാൾക്ക് 2 അടിമ സ്ത്രീകളുണ്ട്. അതിലേറ്റവും തർക്കമുള്ള വിഷയം ഇതാണ്. തർക്കമുള്ള വിഷയം എന്ന് വെച്ചാൽ ഒരാൾക്ക് 2 ഭാര്യമാരുണ്ട്. ഒരാൾക്ക് 2 ഭാര്യമാരുണ്ട്. അതിലെ ഒരു ഭാര്യക്ക് കുട്ടി വേണം, പക്ഷേ കുട്ടികൾ ഉണ്ടാകില്ല. രണ്ടാമത്തെ ഭാര്യ ഇവൾക്ക് പകരം ഗർഭം ചുമക്കാനും പ്രസവിക്കാനും റെഡിയാണ്. ഈ കേസ് എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്? അപ്പൊ ഇവിടെ ഒരു ഭർത്താവിൻ്റെ തന്നെയാണ് 2 ഭാര്യമാര്. അപ്പോൾ ഭർത്താവിൻ്റെ ബീജവും അതേപോലെ 1-ാം ഭാര്യയുടെ അണ്ഡവും ഇത് രണ്ടും സംയോജിപ്പിച്ച് രണ്ടാമത്തെ ഭാര്യയിൽ കുത്തിവെക്കുക. അവളുടെ ഗർഭപാത്രത്തിലാണ് ഈ കുട്ടി വളരുന്നത്. അങ്ങനെ കുട്ടി വളർന്ന് പ്രസവിച്ചാൽ അതിന് കുഴപ്പമുണ്ടോ ഇല്ലേ? അത് ആരുടെ കുട്ടിയാണ്? 1-ാം ഭാര്യയുടെ കുട്ടിയാണോ 2-ാം ഭാര്യയുടെ കുട്ടിയാണോ തുടങ്ങിയ വിഷയങ്ങൾ. അപ്പൊ ഇത് ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതായത് ഒരാൾക്ക് 2 അടിമ സ്ത്രീകളുണ്ട്. 2 അടിമ സ്ത്രീകളുണ്ട്. അതിൽ ഒരു അടിമ സ്ത്രീയുമായി ഇയാൾ ബന്ധപ്പെട്ടു. അങ്ങനെ രക്തപിണ്ഡമോ മാംസപിണ്ഡമോ ആയ സമയത്ത് ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ കുഞ്ഞ് പുറത്തു വന്നു. അല്ലെങ്കിൽ ജൈഗോട്ടായ അവസ്ഥയിൽ അണ്ഡവും ബീജവും സംയോജിച്ച അവസ്ഥയിൽ അത് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോ 2-ാമത്തെ അടിമ സ്ത്രീ, അതും ഇയാളുടെ അടിമ സ്ത്രീ തന്നെയാണ്, ആ അടിമ സ്ത്രീ എടുത്തിട്ട് അത് സ്വന്തം ഗർഭപാത്രത്തിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ പ്രവേശിപ്പിച്ച് അവൾ അതിനെ ഗർഭം ചുമന്ന് ഒരു കുഴപ്പമില്ലാതെ പ്രസവിച്ചാൽ, അങ്ങനെ ഇരിക്കെ ഈ യജമാനാണെങ്കിൽ മരിച്ചു പോവുകയും ചെയ്യും.
യജമാനന് അടിമ സ്ത്രീയിൽ കുട്ടിയുണ്ടായാൽ ആ യജമാനൻ മരിക്കലോടുകൂടി ആ സ്ത്രീ സ്വതന്ത്രയാകുമല്ലോ. യജമാനന്റെ ജീവിതകാലത്ത് ആ സ്ത്രീയെ കുറിച്ച് ഉമ്മുവലത് എന്നാ പറയാം, യജമാനന്റെ കുട്ടിയുടെ മാതാവ്. അപ്പൊ ഈ കേസിൽ ഒന്നാമത്തെ സ്ത്രീയുടെ അണ്ഡമാണ് ഭർത്താവിന്റെ ബീജവുമായിട്ട് കൂടിച്ചേർന്നിട്ടുള്ളത്, അതിൽ നിന്നുള്ള കുട്ടിയാണ്. പക്ഷെ കുട്ടിയെ പ്രസവിക്കുന്നത് രണ്ടാമത്തെ സ്ത്രീയാണ്. അപ്പൊ ആർക്കാണ് ഈ ഉമ്മുവലത് എന്ന പദവി കിട്ടുക? അതേപോലെ ഈ ഭർത്താവ് മരിച്ചാൽ ഇതിൽ ആരാണ് സ്വതന്ത്രയാകുക എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുജൈരിമി അടക്കമുള്ള പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഇതിനൊന്നും വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് പറയപ്പെടുന്ന ഈ പുതിയ പുതിയ പ്രശ്നങ്ങൾ, അത് ചികിത്സാ രംഗത്തുള്ള പ്രശ്നങ്ങളാണെങ്കിലും സാമ്പത്തിക മേഖലയിൽ വരുന്ന പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ ആ വിഷയത്തെ ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ മാത്രമുള്ള വളരെ നിസ്സാരമായിട്ടുള്ള വിഷയങ്ങളാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരു വിഷയം വന്നാൽ ഇപ്പൊ IVF എന്താണ്, അല്ലെങ്കിൽ IVF ചെയ്യാൻ പറ്റുമോ എന്ന് ആളുകൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ IVF എന്താണ് എന്ന് നമ്മൾ ആദ്യം ചെറിയ തോതിൽ ഒന്ന് പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് ചെയ്യേണ്ടത്, അതിനെ ഫിഖ്ഹിയായിട്ട് നമ്മൾ അതിനെ വായിക്കാൻ തയ്യാറായി. പണ്ഡിതന്മാരെ അതിനെ കുറിച്ച് തക്യീഫ് ഫിഖ്ഹി എന്നാ പറയാം. തക്യീഫ് ഫിഖ്ഹി. ഇപ്പൊ നമ്മളൊക്കെ നാട്ടില് ആളുകൾ ഉപയോഗിക്കുന്ന, വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖിയാമത്ത് നാൾ അടുക്കുന്ന സമയത്ത് പലിശ വ്യാപകമാകുന്നു. ഈ പലിശ വ്യാപകമാകുക എന്ന് പറഞ്ഞാൽ അത് 10,000 കൊടുത്തിട്ട് 12,000 വാങ്ങുക എന്ന ആ അർത്ഥത്തിൽ മാത്രമല്ല. പുതിയ പുതിയ പല രൂപങ്ങളിലും ഇന്ന് പലിശ വ്യാപിച്ചു കൊണ്ടിരിക്കുക. നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നോ കോസ്റ്റ് EMI. നോ കോസ്റ്റ് EMIയിലും ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ നോ കോസ്റ്റ് EMI ആണെങ്കിലും ഈ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും ഇതെന്താണെന്ന് പഠിച്ചാൽ വളരെ എളുപ്പമാണ്. ഇപ്പൊ ക്രെഡിറ്റ് കാർഡിന്റെ അവിടെ എന്താ സംഭവിക്കണേ? ഒരാൾ പറയാണ്, ഒരു ബാങ്ക് പറയാണ്, ഈ കാർഡും വഹിച്ചു വരുന്ന ആൾ, അദ്ദേഹം നിങ്ങളുടെ അടുത്ത് സാധനം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ അയാൾക്ക് സാധനം കൊടുത്തോളൂ, അതിന്റെ പൈസ ഞാൻ തന്നോളാം. അയാൾ നടത്തുന്ന എല്ലാ ഇടപാടുകൾക്കും ഞാൻ ഉത്തരവാദിയാണ്. അപ്പൊ അങ്ങനെ ഈ കാർഡുള്ള ഒരാൾ ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിയാൽ ഉടനടി ബാങ്ക് ആ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും. പിന്നെയോ ഈ സാധനം വാങ്ങിയ ആൾക്ക് ഒരു ക്രെഡിറ്റ് പീരിയഡ് ഉണ്ടാവും, കാലാവധി ഉണ്ടാവും. ആ കാലാവധിക്കുള്ളിലായിട്ട് ഇയാൾ എന്ത് ചെയ്യണം? ആ പൈസ ബാങ്കിന് തിരിച്ചു കൊടുക്കണം. ആ കാലാവധിന്റെ ഉള്ളിൽ തിരിച്ചു കൊടുത്തില്ല എങ്കിൽ അപ്പോ പലിശയും കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടാവും. ഓരോ ആളുകളുടെയും അവരുടെ വരുമാനത്തിനനുസരിച്ചാണ് ബാങ്ക് ഓരോരുത്തർക്കും കൊടുക്കുന്ന കടത്തിന്റെ പരിധി. ലക്ഷക്കണക്കിന് വരുമാനമുള്ള ഒരാൾക്ക് വലിയ ക്രെഡിറ്റ് ലിമിറ്റ് ആയിരിക്കും ഉണ്ടാവുക, വലിയ എമൗണ്ട് അയാൾക്ക് ക്രെഡിറ്റ് കിട്ടും. എന്നാൽ വരുമാനം വളരെ കുറവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെറിയ പൈസ മാത്രമേ ക്രെഡിറ്റ് കാർഡിലൂടെ അയാൾക്ക് കിട്ടുള്ളൂ. അവിടെയുണ്ട് നിയമം. ഈ ക്രെഡിറ്റ് ലിമിറ്റ് എങ്ങാനും ഇയാൾ മറികടന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ അയാളുടെ അടുത്ത് നിന്ന് നല്ല എമൗണ്ട് 34% 40% ഒക്കെ അയാളുടെ അടുത്ത് നിന്ന് പലിശ വാങ്ങും. അപ്പൊ ഇതാണ് ഇപ്പൊ ക്രെഡിറ്റ് കാർഡ്. ഇതിനെക്കുറിച്ച് പിന്നെ ബഹുമാനപ്പെട്ട ഹനഫി മദ്ഹബിലെ വലിയ പണ്ഡിതനായ ഇമാം സറഖ്സി അദ്ദേഹത്തിന്റെ മബ്സൂത്തിൽ ഇത് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ പറയാണ്, നിങ്ങളുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് നിങ്ങൾ സാധനങ്ങൾ കൊടുത്തോളൂ, അയാൾ വാങ്ങുന്ന ചരക്കിന്റെ പൈസ ഞാൻ തരാം എന്ന് പറയുന്ന ലൊമാനിനെ കുറിച്ചുള്ള ചർച്ച ഇമാം സറഖ്സി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയാണ്. ജാഹിലിയ കാലത്തൊക്കെ ഉണ്ടായിരുന്നൊരു പലിശ സമ്പ്രദായം ഉണ്ട്. ആളുകൾക്ക് പൈസ കടം കൊടുക്കും. പൈസ കടം കൊടുത്തിട്ട് ആ അവധി എത്തുന്ന സമയത്ത് ആ കടം കൊടുത്ത ആള് കടം വാങ്ങിയ ആളെടുത്ത് വന്നിട്ട് പറയും, നിങ്ങൾ എമൗണ്ട് കുറച്ച് വർദ്ധിപ്പിച്ചാൽ മതി, ഞാൻ അവധി നീട്ടിത്തരാം.
അതായത് 10,000 ആണ് നിങ്ങൾ എൻ്റെ അടുത്ത് കടം വാങ്ങിയത്, ഇപ്പം നിങ്ങൾക്ക് തിരിച്ചടക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമാക്കേണ്ട, 1 മാസം കൂടി നീട്ടിത്തരാം, നിങ്ങൾ 11,000 തന്നാൽ മതി. അപ്പോൾ ഈ ബാങ്കുകളും അങ്ങനെ തന്നെ. ഇപ്പോൾ ബാങ്കിൽ അക്കൗണ്ടുള്ള, ബാങ്കിൽ വരുമാനം വരുന്ന ആളുകളൊക്കെ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് പാസ്സായിട്ടുണ്ട്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്തോളൂ. അപ്പോൾ അത് നമ്മൾ കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താണ്? നമ്മെ സഹായിക്കാൻ വേണ്ടി ബാങ്ക് റെഡിയാണ് എന്നാണ്. അപ്പോൾ നമുക്ക് പൈസ കടം തരാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമാണ് ബാങ്കിന്. കാരണം നമുക്ക് എങ്ങാനും ആ സമയപരിധിക്കുള്ളിൽ അത് തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എന്താവും, നമ്മളത് കാശൊന്നുമില്ല, ഒരു നിർബന്ധ ഘട്ടം വരുമ്പോൾ നമ്മളങ്ങോട്ട് ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യും. ആ സമയത്ത് നമ്മെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കുകൾ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് വ്യാപകമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേപോലത്തെ ഒരു സംവിധാനം തന്നെയാണ് ഇപ്പോൾ ഈ നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞാൽ. രണ്ടും സെയിമാ. നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞാൽ സമയപരിധിക്കുള്ളിൽ അടക്കുകയാണെങ്കിൽ എക്സ്ട്രാ ചാർജ് ഒന്നും വരില്ല, ഫീസൊന്നും വരില്ല, പലിശ ഒന്നും വരില്ല. എന്നാൽ ആ ഡേറ്റ് തെറ്റിയാൽ പിന്നെ ഈ ചരക്ക് വാങ്ങിയ വില ആയിരിക്കൂല തിരിച്ചു കൊടുക്കേണ്ടത്, അതിൽ കൂടുതൽ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നോ കോസ്റ്റ് EMI പറ്റുമോ എന്ന് ചിലപ്പോൾ സാധാരണക്കാരായ ആൾക്കാർ നമ്മളോട് ചോദിക്കും. ക്രെഡിറ്റ് കാർഡ് തരാൻ വേണ്ടിയിട്ട് ബാങ്ക് ഇങ്ങനെ നമ്മളെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വാങ്ങട്ടെ എന്ന് ചിലപ്പോൾ ഉസ്താദിനോട് ചോദിക്കും. അപ്പോൾ എന്താണ് നോ കോസ്റ്റ് EMI എന്നും എന്താണ് ക്രെഡിറ്റ് കാർഡ് എന്നും പഠിച്ചാൽ വളരെ സിമ്പിളായി നമുക്കത് പറയാൻ കഴിയും. മാത്രമല്ല ഈ സാമ്പത്തിക മേഖലയെ തന്നെ തകർക്കുന്ന ഒരു ഏർപ്പാടാണ് ശരിക്ക് ഇങ്ങനെ വ്യാപകമായിട്ട് പലിശ വരിക എന്ന് പറഞ്ഞാൽ. ലോകത്ത് അറിയപ്പെടുന്ന വലിയ സാമ്പത്തിക തകർച്ചകളൊക്കെ ഉണ്ടായത് ഈ രൂപത്തിൽ കൈയയഞ്ഞ് ബാങ്കുകൾ കടം കൊടുക്കാൻ തയ്യാറായതിൻ്റെ തിക്തഫലമാണ് എന്നാണ് ചരിത്രം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ നാട്ടിൽ ആളുകൾക്ക് ഈ നോ കോസ്റ്റ് EMI എല്ലാ ഷോപ്പിലും ഉണ്ട് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് തീരെ വരുമാനം ഇല്ലാത്ത ആളും 40,000-ൻ്റെയും 50,000-ൻ്റെ ഒക്കെ മൊബൈൽ ഫോൺ വളരെ ഈസി ആയിട്ട് വാങ്ങും. ഇതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇങ്ങനെ വാങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് തിരിച്ചടക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അത് വ്യാപകമായി വന്നാൽ പിന്നെ ഇവിടുത്തെ സാമ്പത്തിക മേഖലയെ അത് പ്രതികൂലമായി ബാധിക്കും. കാരണം നല്ല കച്ചവടമുണ്ട് എന്നാവുമ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യും, കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആളുകളെ ശമ്പളക്കാരായി നിശ്ചയിക്കും. പക്ഷെ ആളുകൾ ഇങ്ങനെ ക്രെഡിറ്റ് എടുത്ത് അവസാനം തിരിച്ചടക്കാൻ കഴിയാതെ വരുമ്പോൾ ആളുകൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നിർത്തും. സ്വാഭാവികമായും കമ്പനികൾ മാറി ചിന്തിക്കും, ആളുകളൊക്കെ പിരിച്ചുവിടാൻ തുടങ്ങും. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവരുടെ ഷോപ്പിൽ നിർത്തിയ ആളുകളെ പിരിച്ചുവിടും, കച്ചവടത്തിന് വേണ്ടി നിർത്തിയ ആളുകളെ പിരിച്ചുവിടും. അങ്ങനെ ഇത് വ്യാപകമായാൽ മൊത്തത്തിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ വലിയ മാന്ദ്യമുണ്ട്, തകർച്ചയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞ നോ കോസ്റ്റ് EMI ആണെങ്കിലും ഈ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലൊക്കെ പോകുന്നത് എന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാം. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് വൈദ്യശാസ്ത്ര മേഖലയിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും പുതിയൊരു വിഷയം വരുമ്പോൾ നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് ചെറിയ രൂപത്തിൽ നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. കൂടുതലൊന്നും ആയത്തിൽ പഠിക്കാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ള കാര്യക്കാരൻ പേര് മാത്രം ചിലപ്പോൾ നമുക്കൊരു കോംപ്ലിക്കേഷൻ, ഒരു പ്രയാസം ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഹഖീഖത്ത് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. അങ്ങനെ ഒന്നാമതായിട്ട് നമ്മളത് മനസ്സിലാക്കുകയും രണ്ടാമതായിട്ട് നമ്മളതിനെ ഫിഖ്ഹിയായിട്ട് തകീഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. നോ കോസ്റ്റ് EMIൻ്റെ വിധി എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പ്രയാസം. ക്രെഡിറ്റ് കാർഡിൻ്റെ വിധി എന്താന്ന് ചോദിക്കുമ്പോൾ പറയാൻ പ്രയാസം. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് നോ കോസ്റ്റ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പ്രവർത്തിക്കുന്നത്. ഇത് പലിശ ഇടപാടാണ് എന്ന് മനസ്സിലായാൽ പിന്നെ നമുക്ക് വളരെ ധൈര്യസമേതം അതിൻ്റെ ഫത്വയും അതിൻ്റെ ഹുക്മും പറഞ്ഞു കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇത് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ഇത് പലിശ ഇടപാടാണ്. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കടമെടുത്തോളൂ, നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ചു തരികയാണെങ്കിൽ എക്സ്ട്രാ ഒന്നും തരേണ്ട, സമയം വൈകിട്ടാണെങ്കിലോ നിങ്ങൾ ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് തരണം. അപ്പം എന്താ, ഒരു അഖ്ദുമായി ബന്ധപ്പെട്ട് ഫാസിദായ ഒരു ഷർത്ത് ഉണ്ടെങ്കിൽ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്,
ഇടപാട് നടത്തുമ്പോൾ അതിൽ ഫാസിദായ ഷർത്ത് ഉണ്ടെങ്കിൽ ഷർത്തും ഫാസിദാകും, അതുപോലെ തന്നെ അഖ്ദും ഫാസിദാകും എന്ന് ഷാഫി മദ്ഹബ് ഉൾപ്പെടെയുള്ള പല മദ്ഹബുകളിൽ അങ്ങനെ നിയമം. ഷർത്തും ഫാസിദാവും, അഖ്ദും ഫാസിദാവും. അപ്പൊ ഇത് നമ്മൾ ഫിഖ്ഹിന്റെ കിതാബുകളിൽ പഠിച്ചു വെച്ചത് കൊണ്ട് നമ്മൾ ഈ സാധനത്തെ മനസ്സിലാക്കിയത് നമുക്ക് എളുപ്പമാണ്. അപ്പൊ ആദ്യം മസ്അലയെ ശരിക്കും നമ്മൾ തസവ്വുറാക്കുക. രണ്ട്, ഫിഖ്ഹിൽ ഏത് അധ്യായത്തിൽ വരുന്നു എന്ന് നമ്മൾ പരിശോധിക്കുക. പിന്നെ ചില വിഷയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, IVF പോലെയുള്ള ചില വിഷയങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പഴയകാല കിതാബുകളിൽ അങ്ങനെ അല്ലെങ്കിലും സമാനമായ മസ്അലകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മസ്അലയുടെ മേൽ നമ്മൾ ഈ പുതിയ മസ്അലയെ നമ്മൾ തഖ്രീജ് ചെയ്യാണ് ചെയ്യുക. പണ്ഡിതന്മാർ അതിന് ഉപയോഗിക്കുന്ന ടേമാണ് തഖ്രീജ്. തഖ്രീജുൽ മസ്അല അല മസ്അല സാബിഖ. മുമ്പ് കഴിഞ്ഞു പോയൊരു മസ്അലയുടെ മേൽ നമ്മൾ ഈ പുതിയ മസ്അലയെ നമ്മൾ വിശകലന വിധേയമാക്കുക എന്ന്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിഷ്പ്രയാസം അതിൻ്റെ വിധി പറയാൻ കഴിയും. അപ്പൊ ഇതാണ് ഈ വിഷയം. ഫിഖ്ഹിൽ അത് ഇന്ന അധ്യായത്തിലാണ് വരിക, ഇന്ന അധ്യായത്തിലെ ഈ മസ്അലയുമായി ഇതിന് നല്ല ബന്ധമുണ്ട്, ഈ മസ്അലക്ക് പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു വിധിയാണ് പറഞ്ഞിട്ടുള്ളത്, സമാനമായ വിധിയാണ് ഈ പുതിയ പ്രശ്നത്തിനും എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പുതിയ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ പുതിയ വിഷയമാണ്, എനിക്ക് പരിചയമില്ല, ഞാൻ പഠിച്ച കിതാബിലൊന്നും ഇതില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൻ്റെ പകരം നമ്മൾ ആളുകളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയത് പഠിക്കാനും അത് പഠിച്ച് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സംശയങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കാനും നമ്മൾ തയ്യാറാണ്. പിന്നെ ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഇപ്പോൾ ബുദുഉമായി ബന്ധപ്പെട്ട് അൽ അസ്ലു ഫിൽ അബ്ദാഇ അൽ ഹുർമത്തു എന്നതാണ് ഖായിദ. അപ്പോൾ കുറേ വിഷയങ്ങൾ നമുക്ക് ഈ ഖായിദയിലൂടെ തന്നെ പരിഹരിക്കാൻ പറ്റും. ഒരു പ്രദേശത്ത് കുറേ സ്ത്രീകളുണ്ട്, ഇയാൾ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ആ കൂട്ടത്തിൽ ഇയാൾക്ക് വിവാഹബന്ധം ഹറാമായവരുമുണ്ട്, വിവാഹം കഴിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മൾ ഇജ്തിഹാദ് ചെയ്യാൻ പാടില്ല എന്നാ. ഒരു ഫാമിലി, ആ ഫാമിലിയിൽ നിന്ന് ആരോ ഇയാളുമായിട്ട് മുലകുടി ബന്ധമുള്ള ഒരു സ്ത്രീ ഉണ്ട് ആ കുടുംബത്തിൽ. അതാരാന്ന് നമുക്ക് നിശ്ചയമില്ല, ഉറപ്പില്ല. എന്നാൽ പിന്നെ ഇജ്തിഹാദ് നടത്തിയിട്ട് ഇയാളുമായിട്ട് എനിക്ക് മുലകുടി ബന്ധമില്ല, അതുകൊണ്ട് ഞാൻ ഇവളെ വിവാഹം കഴിക്കട്ടെ എന്ന് വെക്കാൻ പറ്റുമോ? പറ്റില്ല എന്നാ. കാരണം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ബുദഉമായി ബന്ധപ്പെട്ട വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മുനാക്കഹത്തിലുള്ള നിയമങ്ങളൊക്കെ വളരെ കണിശമാണ്. എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഗർഭ